നാടാർ സമുദായ സംഘടനയായ VSDP രാജ്യത്തെ ഭരണം നിയന്ത്രിക്കാൻ കെൽപ്പുള്ള വലിയ പ്രസ്ഥാനമാണ്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അത് അംഗീകരിച്ചു കളയുന്ന പ്രത്യേക സമ്മേളനമാണ് ഇനി. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയത്ത് കിട്ടിയാലൂട്ടി പൊട്ടിയാൽ ചട്ടി എന്ന നിലയിൽ VSDPയുടെ ഒരു വമ്പൻ സമ്മേളനം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വിളിച്ചുകൂട്ടി. ചെന്നിത്തല മുതൽ കോടിയേരി വരെയുള്ള സകല പാർട്ടി നേതാക്കളും പങ്കെടുത്തു. പാർട്ടിയിലും തെരഞ്ഞെടുപ്പിലും സീറ്റു തന്ന് സമുദായത്തോട് നീതി കാണിക്കണം എന്നാണ് സംഘടനാ നേതാക്കൾ മറ്റു നേതാക്കളോട് ആവശ്യപ്പെട്ടത്. ആദ്യം അജണ്ട. ഇന്ന് അല്പമൊക്കെ നീതി കിട്ടുന്നത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഞാനും അദ്ദേഹവുമായിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിനും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. 140 ബ്ലോക്ക് പ്രസിഡന്റുള്ള കോൺഗ്രസിൽ കേരളത്തില് നാടാർ സമുദായത്തിന് ഒരേ ഒരു ബ്ലോക്ക് പ്രസിഡന്റേ ഉള്ളൂ എന്നുള്ള ദൈന്യത അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തുക. നേരത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ KPCCയിൽ ഒരു സ്ഥാനവും തന്നു. അറിഞ്ഞു ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുന്നില് ഈ ജനലക്ഷങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കാന്ന് പറയുന്ന പല കാര്യങ്ങളാണ്. അത് തന്നെയാണ് LDFന്റെ കാര്യം നോക്കിയാലും 140 ഏരിയ കമ്മിറ്റി ഉള്ളതില് ഒരൊറ്റ ഏരിയ കമ്മിറ്റിയിൽ പോലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് നാടാറില്ല. പട്ടവള തങ്കയ്യനുണ്ടായിരുന്നു, 6 മാസത്തിന് മുമ്പ് മരിച്ചു, മറ്റൊരാൾക്ക് കൈമാറി. ഈ സമുദായത്തിൽ നിന്ന് അടുത്ത ഈ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരാനും അവരെ കൈപിടിച്ചുയർത്തുവാനുമുള്ള ബാധ്യത ഇവിടെ ഇരിക്കുന്ന നേതാക്കൾക്ക് തന്നെ കൊടുക്കുകയാണ്. മഴ ഏകദേശം അവസാനിച്ചുകൊണ്ട് കുട ആവശ്യമില്ലെങ്കിൽ താക്കാം. ഈ സമുദായത്തിന് വളരെ നീതി കിട്ടുവാനുണ്ട്. ഈ സദസ്സിന്റെ മുന്നിൽ ഞാൻ ക്ഷണിച്ചു വരുത്തിയത് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നേതാക്കളെ, ശ്രീ പന്തിൽ, ശ്രീ O രാജഗോപാൽ, പിന്നെ നാടാർക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഗം PC ജോർജ്, നാടാർക്ക് വേണ്ടി ഓടി നടന്ന് ചെറിയ ചെറിയ തുണ്ടു പേപ്പർ പോലും കൊടുക്കുവാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ പാലോട് രവി, അങ്ങനെ ടെലിഫോണിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ ശ്രീ ശക്തൻ, അദ്ദേഹം ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ, ഞാൻ മേടിച്ചപ്പോ മന്ത്രിയാവും. വിളിച്ചു വരുത്തി നീതി വേണം എന്ന്, അല്ല സീറ്റ് വേണം എന്ന് സമുദായ സംഘടന ആവശ്യപ്പെടുന്നത് ഒരു അത്ഭുത പ്രതിഭാസം അല്ലാത്തതിനാൽ ഡെമോക്രസി അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നു. ആവശ്യം കേട്ടയുടൻ നേതാക്കൾ വാരിക്കോരി ആശംസകൾ നേർന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടാണല്ലോ മുഖ്യ ലക്ഷ്യം. ഓരോരുത്തരായി നാടാന്മാരെ പുകഴ്ത്തി വിട്ടുകളഞ്ഞു. നാടാർ സമുദായത്തിന് മത്സരിക്കുവാൻ കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരത്തിനപ്പുറം വരെയുള്ള ഓരോ ജില്ലയിലും ഒരു പ്രസ്ഥാനവും ഇന്നേ വരെ സീറ്റ് നൽകിയിട്ടില്ല. നാടാർ സമുദായത്തിന് അവസാനത്തെ ആഗ്രഹമായിട്ട് ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴും തിരുവനന്തപുരവും, പിന്നെ 1ാം സ്ഥാനമുള്ള ഇടുക്കി ജില്ല, നാടാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും നാടാർക്ക് മനസ്സ് തുറന്നവന്റെ വോട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ, ഈ നാടാർ തറവാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ തരുവാൻ കരുത്തുള്ള നേതാക്കളാണ് മുമ്പിലിരിക്കുന്ന KPCC പ്രസിഡന്റും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ. ഈ സമുദായത്തിന്റെ ആദരവ് അങ്ങനെ കിട്ടാതെ വന്നാൽ നമ്മുടെ സുപ്രീം കോടതി നമുക്കൊരു വട്ടം തന്നിരിക്കുന്നു. പുതിയത് നാടാർ സമുദായത്തിന്റെ സമ്മതിദാനാവകാശം, നമ്മുടെ അവകാശങ്ങള് ഒരു സമുദായത്തിലുള്ള ആളിനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതി കനിഞ്ഞു തന്നിരിക്കുന്ന വട്ടന് നിക്ഷേപ വോട്ട് കുതിക്കേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല. നാടാർ സമുദായം വളർന്നു വരുന്നത് കൊണ്ട് തന്നെ പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഠിനാധ്വാനത്തിലൂടെ, അർപ്പണബോധത്തോടെ, സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നാടാർ സമുദായത്തിനും സമൂഹത്തിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. നീതി കിട്ടിയോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ ഭരണകാലത്ത് ഈ സമുദായത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴോ നമ്മൾ മന്ത്രിയില്ലാത്ത
ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് എനിക്കും കഴിയേണ്ടി വന്നിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ശക്തനാട, ഗവൺമെന്റ് ചീഫ് PC ജോർജ്, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരോട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരോട്ടു തരൂ. തക 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 വോട്ട്. ബഹുമാനപ്പെട്ട ഓ രാജഗോപാലുമുണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ മുന്നിലെത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കേരളത്തിലെ BJP നാടാർ സമുദായത്തെ നികൃഷ്ടമായി കാണുന്ന കുറെ നേതാക്കളുണ്ട്. അത്തരം ആളുകളെ നിയന്ത്രിച്ച് തമിഴ്നാടിനെ മാതൃകയാക്കിക്കൊണ്ട് അവരെ മുകളിലേക്ക് എടുക്കണമെന്ന് ഓ രാജഗോപാലിനെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ഈ നിറഞ്ഞ സദസ്സിന്റെ മുന്നിൽ നിങ്ങളുടെ ആഗ്രഹങ്ങള് വരുന്ന 4 മാസങ്ങൾക്ക് ശേഷം വരുന്ന ഇലക്ഷന് സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെങ്കിലും നമുക്ക് ജനുവരി 23-ാം തീയതി ഇവിടെ കൂടുന്ന 8000 പ്രതിനിധികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യണം. ഈ സമുദായത്തിനെ നിഷേധത്തോടു കൂടിയാണ് കാണുവാൻ LDF ആയാലും UDF ആയാലും ആര് തന്നെ എതിരെ ചിന്തിച്ചാലും മനം മടുത്ത് പോർക്കളത്തിൽ നിന്നു പിന്തിരിയലോ മരണമാണ് നല്ലതെന്നുറച്ച നീ സഹോദര. ഈ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന് കേരളത്തിൽ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ചലച്ചിത്ര നടനായി പ്രശോഭിക്കുന്ന, ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്ന സത്യന് സ്മാരകം നിർമ്മിക്കാനുള്ള നടപടിയെടുത്തതും ഈ ഗവൺമെന്റാണ്. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് കുത്തി കുത്തി നിങ്ങൾ ഒരു പരുവായി കിടക്കുക. ഇനി അങ്ങനെ കുത്തരുത്. മനസ്സിലായോ? കുത്തരുത്. കുത്തുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാം. നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്തു വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുട്ടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. മതകളയരുതമ്മിണിയെ. കോടിയേരി പറഞ്ഞത് ഞാൻ എന്താ ചെയ്യാ, ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയോ? പതിന്റെ മതി ഇവിടെ പറയുന്ന മര്യാദയല്ല. അവിടെ മിണ്ടുന്നില്ല. മുഴുവൻ ഒന്നും ഇല്ലല്ലോ തരാൻ. രാജേട്ടൻ പറഞ്ഞത് പക്ക രാഷ്ട്രീയമായി. രാജേട്ടൻ പറഞ്ഞ രാഷ്ട്രീയം ഞാനിവിടെ പറയാത്ത എന്താണെന്നറിയോ? രാജേട്ടനോട് എന്റെ മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ട്. പുള്ളി ഒരു കള്ളനല്ല കേട്ടോ, സത്യം പറയാം. മനസ്സ് ശുദ്ധമാണ്. പക്ഷേ രാഷ്ട്രീയം പറയാൻ എനിക്കത് അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് പറഞ്ഞു പോകണ്ട. രാജേട്ടൻ പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നല്ല പറയുന്നത്. എന്തെങ്കിലും ഈ പാവം കൊടുക്കുന്നു മൈക്കിൽ കൂടെ പറഞ്ഞു പോകാൻ പറ്റായിരുന്നു. അതിന്റെ കുഴപ്പം. എല്ലാവരും വൈകുണ്ഠ സ്വാമികൾ എല്ലാവരും പറയുക. എനിക്ക് ഇഷ്ടപ്പെട്ട പറച്ചിലൊക്കെ. തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ എന്തായാലും ഒരാൾക്ക് കഴിയില്ലല്ലോ. വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് VSDPക്കാർ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചു കളയുമോ എന്ന ആശങ്കയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ചൂട്.